കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പ്രായമായവര് തന്നെയാണ്. പക്ഷേ കാലം മാറുംതോറും ഈ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തുന്ന യങ് ജനറേഷന്റെ ഈ മനോഭാവം അപകടം തന്നെയാണ്. ഇതാ ഒരു ന്യൂ ജനറേഷൻ ഫാമിലി. ഈ സ്കിറ്റിൽ പങ്കെടുക്കുന്നവർ ശശി കുളപ്പുള്ളി, ലിജിൻ വിശ്വം, മുരളി കലാഭവൻ ആൻഡ് നവീൻ പാലക്കാട്. ഒരിടത്തു ജനനം, മറ്റൊരിടത്ത് മരണം, ഷോളറിൽ ജീവിതഭാരം. എന്റെ കോളാമ്പി അവിടെ ഇവിടെ ഒരു സാധനം വെച്ചാ കാണില്ലാന്ന് വെച്ചാ മരുമോളെ സരോജിനെ സരോജിനെ ഈ നാശം പിടിച്ച സാധനം എവിടെ പോയി കിടക്കണാവോ? എന്റെ മോനെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. സുധാകരോ സുധാകരോ എന്റെ അച്ഛാ അവിടെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. കെട്ടിപ്പിടിക്കാനാ അച്ഛാ ഞാനൊന്ന് ആശ്ലേഷിക്കട്ടെ. കെട്ടിപ്പിടിക്കാനായി ഞാൻ നിന്റെ ഭാര്യ ഒന്നല്ല. സരോജിനി ഒന്ന് വന്നേടി. നിനക്കിത് എന്ത് പറ്റടാ? ഇവനെന്താ മറ്റേ ഭ്രാന്തായ? ഞാൻ നിന്റെ അച്ഛനാടാ അച്ഛൻ. അതുകൊണ്ടല്ലേ അച്ഛാ ഞാൻ കെട്ടിപ്പിടിക്കുന്നത്. നിനക്കെന്താ വട്ടായ? അല്ലെങ്കിൽ ഈ അച്ഛനെ കണ്ട മൂലക്കിട്ട് ചവിട്ടിക്കൂട്ടുന്നവനാണല്ലോ നീ. ഇന്നത് എന്ത് പറ്റിയടാ? അച്ഛൻ ഇത് എന്തൊക്കെയാ അച്ഛാ സംസാരിക്കുന്നത്? അച്ഛൻ എന്റെ പുന്നാര അച്ഛനല്ലേ അച്ഛാ? പുന്നാര അച്ഛൻ തന്നെയാണ്. പക്ഷെ നീ വാക്കുകൾ മാറ്റി മാറ്റിയാണ് വിളിക്കാറെന്ന് മാത്രം. രാവിലെ പുട്ടും കടലയും കഴിച്ച? ഉവ്വ ഉവ്വ. ഇത് എന്റെ എന്തോ ഒരു കാര്യം സാധിക്കാനുള്ള പരിപാടിയാ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇതാ ഈ ഷർട്ടും മുണ്ടും ഞാൻ അച്ഛന് വേണ്ടി കൊണ്ടുവന്നതാണ്. ആ ഇതത് തന്നെ. സരോജിനിയെ ഈ എരണം കെട്ടോളൂ എവിടെ പോയി കെടുക്ക? എരണം കെട്ടോളോ? അല്ല നിന്റെ കെട്ടോള് എവിടെ പോയി കെടുക്ക? ഓ എന്റെ മോൻ വന്നല്ലേ. പൂതനെ മോനൊന്നും വന്നതല്ല. അല്ല സരോജിനിയെ നിന്റെ കെട്ടിയോന് വട്ടായടി വട്ട്. വട്ടായെന്നാ? ദേ കിളവാ വെറുതെ അനാവശ്യം അറിയരുതിട്ടാ. നിങ്ങക്ക വട്ട് മുഴുത്ത വട്ട്. കണ്ടാ കണ്ടാ ഞാൻ പറഞ്ഞത് സത്യല്ലേ? നേരാണല്ലോ കിളവ് ഇപ്പൊ പറഞ്ഞത് നേരാണല്ലോ. ദേ കണ്ടോ ഇവനെ എനിക്ക് പുതിയ ഷർട്ടും മുണ്ടെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ശരിയാണല്ലോ. എടി ഞാൻ എന്റെ അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ തുണിയെടുത്ത് കൊടുത്തത്. ഇതെന്തോ തലയ്ക്ക് തകരാറ് പറ്റിയിട്ടുണ്ട്. എന്റെ സുധാകരേട്ടൻ നിനക്ക് ഇതെന്താ പറ്റിയേ? ഏത് നേരം ഈ കിഴവന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാ ഇപ്പൊ കണ്ട ഷർട്ടും മുണ്ടും എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത്. എടി സരോജിനി നീ എന്തൊക്കെയാടി പറയുന്നത്? ഞാൻ എന്റെ അച്ഛന് ഇതിനു മുമ്പും തുണി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്റെ പുന്നാരച്ഛന്? 5 വർഷം മുമ്പ് ഒരു തണുപ്പുള്ള രാത്രിയിൽ ഞാൻ തുണിയുമായി വന്നത് അച്ഛന് ഓർമ്മയില്ലേ? ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. നീ അന്ന് തുണി മേടിച്ചോണ്ട് വന്നിട്ടല്ലേ ഈ പറമ്പും വരെയും നിന്റെ പേരിലാക്കിയത്. ഈ കിളവന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പിന്നെന്തിനാ ഈ തുണിയൊക്കെ? എടി നീ ഇന്ന് അച്ഛന് ഹോർലിക്സ് കൊടുത്ത? ഈ കിഴവൻ എന്തിനാ ഹോർലിക്സ്? ആ പിന്നെ പശുക്കൾക്ക് കൊടുക്കണ കാടിവെള്ളം പോലും തരാത്തോളല്ലേ സുധാകര നിന്റെ കെട്ടിയോള്. പിന്നല്ലേ ഹോർലിക്സ് തരുന്നത്. എടി നീ അച്ഛന് വേഗം പോയിട്ട് കാടിവെള്ളം കൊടുത്തേ. അല്ല ഹോർലിക്സ് കൊടുത്തേ. ഇങ്ങോർക്ക് ഇത് എന്താ പറ്റിയത്? അറക്കാൻ കൊണ്ടുപോണ മാടിന് അവസാനായിട്ട് വെള്ളം കൊടുക്കണ പോലെ വല്ല ആണോ സുധാകര അത്? എന്റെ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല സുധാകര പറയുന്നോണ്ട് നിനക്ക് വിഷമം തോന്നരുത്. നിന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സുധാകരന്ന് വിളിച്ചപ്പോ നീ സുധാകരൻ മുതലാളിന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ദേ ഈ മുക്കിലിട്ട് ചവിട്ടി കൂട്ടിയോന്നല്ലേ നീ. അതുകൊണ്ട് ഈ അച്ഛനൊരു സംശയം, അത്രേ ഉള്ളൂ. എന്റെ അതെനിക്ക് നാട്ടുകാരുടെ മുന്നിൽ എന്റെ നിലയും വിലയും നോക്കണ്ടേ? വേണം വേണം, അത് നോക്കണം. ദേ പിന്നെ ഇവള് ആനമർദ്ദ പോലെ ഇരിക്കുന്ന എന്റെ മരുമോള് തുപ്പക്കോളാമ്പിയില് ചായ ഒഴിച്ച് തന്നോളാ ഈ മോതല്. അതന്ന് അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ അച്ഛാ? അബദ്ധമൊന്നല്ല, വേണമെങ്കിൽ ഇനിയും ഞാൻ ചെയ്യും. എന്തൊരു ശല്യ ഈ കിളവനെ കൊണ്ട്. എന്ത് ശല്യടി ഞാൻ ഉണ്ടാക്കിയത്? എന്റെ ക്ലബിലെ ലില്ലി മോളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരുന്നതാ. ഈ കിളവന്റെ ഒടുക്കത്തെ ഒരു നോട്ടം കാരണം അവരുടെ വരവ് ഇല്ലാതായി. അച്ഛോ എന്തായി കേക്കണത്? പിന്നെ കൊച്ചുമക്കൾ എണ്ണ ഉടുപ്പിട്ട് വന്ന എന്റെ പൊന്നു മോനെ ആരും നോക്കിപ്പോവും. ഓ അന്ന് ലീവ് എടുത്ത് വന്നാ മതിയായിരുന്നു. സുധാകരേട്ടാ ഏത് നേരം ഈ കിഴവന്റെ വായ വെറുതെ ഇരിക്കില്ല. അതെ
ഏത് നേരം എന്റെ വായ വൃത്തിമനയായി കിടക്കണമെന്ന് എനിക്ക് നിർബന്ധം. കണ്ടോ അതുകൊണ്ടല്ലേ. എടി സരോജിനി, നീ എന്തിനാ വെറുതെ അച്ഛനുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഓ, ഇപ്പൊ എനിക്കായി കുറ്റം. നിങ്ങൾക്കിത് എന്ത് പറ്റി സുധാകരേട്ടാ? മോൻ കാലിഫോർണിയന്ന് വരുന്നതിന്റെ സന്തോഷാവൂലേ? എടി നീ ഒന്ന് അടങ്ങ്. നമ്മൾ ഇന്ന് അച്ഛനെയും കൊണ്ട് ടൂറ് പോവുകയല്ലേ. ടൂറോ? എവിടേക്ക്? ടൂറാ? ഞാനില്ലേട്ടോ സുധാര. ഇതിനു മുമ്പ് ഒരു ദിവസം നീ അച്ഛാ വാ ബീച്ച് കാണാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നിന്നെ വിശ്വസിച്ചിറങ്ങി വരാൻ നോക്കിയ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കി. അപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത് ആ ബീച്ചിൽ സുനാമി വരാൻ പോണൂന്നുള്ള വാർത്ത. അവിടെ എന്നിട്ടിട്ട് ഓടാനല്ലായിരുന്നു നിന്റെ പരിപാടി. അങ്ങനെയുള്ള ഞാൻ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ എങ്ങനെ ഇറങ്ങി വരും? എന്റെ അച്ഛ, ഇത് അതുപോലെ അല്ല. അച്ഛൻ വേഗം പോയി ഒന്ന് റെഡിയായി വന്നേ. ഈ ഷർട്ട് മുണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേ. വേഗം പോയി വാ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം അച്ഛാ. ശരി, സുനാമി എങ്കിൽ സുനാമി. എന്റെ സുധാകരേട്ട, ചേട്ടനിത് എന്ത് പണിയാ കാണിക്കുന്നത്? ഇന്നലെ വരെ അച്ഛനെ വഴക്ക് പറഞ്ഞിരുന്ന ആളാ, ഇന്നിപ്പോ എന്തൊരു മാറ്റാ. എടി, അതിനൊരു കാരണമുണ്ടടി. എന്ത്? എടി, നമ്മുടെ മോൻ ഇന്ന് കാലിഫോർണിയന്ന് വരുന്ന ദിവസല്ലേ. അവനും അവന്റെ ഫാമിലിയൊക്കെ വരുമ്പോ നമ്മുടെ അന്തസ്സിന് ചേർന്നാണോ ഈ അച്ഛനെ ഇങ്ങനെ മൂലയ്ക്ക് ഇവിടെ കുത്തിയിരുത്താൻ പറ്റുമോ? അതേ നേരവും കൊക്കി കുറച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അതിനാണ് ഞാൻ അച്ഛനെ സോപ്പിട്ടിട്ട് അച്ഛനെയും കൊണ്ട് ഞാൻ വൃദ്ധസദനത്തിലാക്കാൻ പോവുകയല്ലടി. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? സുധാകരോ, ഞാൻ റെഡി. ഇതെന്തിനാ എന്റെ എല്ലാ സാധനം എടുത്ത് വെച്ചത്? ഇതെന്താ വൃദ്ധസദനത്തിന്റെ വണ്ടിയാ? പിന്നല്ലാതെ അച്ഛനെ കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ അവിടെ ആക്കാൻ പോവുകയല്ലേ. അപ്പൊ ടൂറ് പോന്ന് പറഞ്ഞതാ? ടൂറ് പോകുന്നുണ്ട്. അത് ഞങ്ങള് കാലിഫോർണിയയിലേക്ക്. അച്ഛൻ വളരെ സന്തോഷമായിട്ട് പോയി വരൂ. ആർക്ക് സന്തോഷം? ഞങ്ങക്ക്. വെറുതെ വേണ്ടായിരുന്നു ഇതൊന്നും. അച്ഛൻ ആ വണ്ടിയിൽ അങ്ങ് കേറി ഇരുന്നാ മതി. ബാക്കി എല്ലാം ആ ഡേ കെയർ സെന്ററുകാർ നോക്കിക്കോളും. തള്ളല്ലേ നീ, തള്ളല്ലേ. അച്ഛന് ചെലവിനുള്ളതൊക്കെ ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. അങ്ങോട്ട് അങ്ങനെ ആ ശല്യം ഒഴിവായി. എങ്ങനെയുണ്ടടി എന്റെ ബുദ്ധി? ഓ, സുധാകരേട്ട സമ്മതിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബുദ്ധി ഞാൻ കാണുന്നത്. നിനക്ക് പണ്ട് എന്നെ വിലയില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ, ആവശ്യമുള്ളിടത്ത് ഞാനത് പ്രയോഗിക്കും. നന്നായിട്ടുണ്ട്. ഇനി നമ്മുടെ മോനും ഫാമിലിയും കൂടി കാലിഫോർണിയയിൽ വന്ന നമുക്ക് അടിച്ചു പൊളിക്കാടി. അതെ, അടിച്ചു പൊളിക്കാം. കണ്ട അവന് ഇപ്പോഴും അച്ഛനോട് സ്നേഹം, എന്നോട് തീരെ സ്നേഹമില്ല അവന്. ഞാൻ രണ്ടുപേരും ചേർത്താണ് വിളിച്ചത്. എന്റെ മോനെ, നീ കാലിത്തൊഴുത്തിന്നാണോ അതോ കാലിഫോർണിയന്നാണോ വരുന്നത്? ആകെ കറുത്തുരുണ്ട് കരിക്കട്ട പോലെ സുന്ദരനായിരിക്കുന്നല്ലോ. നിന്റെ ഭാര്യ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അവർ വന്നില്ല. അവർക്ക് ക്ലൈമറ്റ് പിടിക്കില്ല. മാറി നിൽക്കൂ. ഡോണ്ട് ടച്ച് മീ. എനിക്ക് നിന്റെ ഭാര്യനും കുട്ടീനെയൊക്കെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വൃത്തിയും വെടുപ്പമില്ലാത്ത നിങ്ങളുടെ കൂടെ താമസിക്കാൻ അവർക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അവസാനം ഞാൻ നിങ്ങളെ ഒരു ടൂറിന് വിടുകയാണ്. വണ്ടിയും തയ്യാർ. എന്ത് വണ്ടി? നോക്ക്, ഇത് നമ്മുടെ അച്ഛൻ പോയ വണ്ടിയല്ലേ, വൃദ്ധസദനം. Go and enjoy.